ചമ്മന്തിക്ക് തേങ്ങ വേണമേ, പൊതിച്ചിട്ട് വരலாம், അതാ നല്ലത്. മാവിരിപ്പുണ്ട്. അയ്യോടാ, ഇതെവിടെ പോയി? ചായപാത്രം പോലും കഴുകിയിട്ടില്ല. ഒരു കാര്യം, അതെടുത്ത് സിങ്കിനകത്ത് ഇട്ടിട്ട് അങ്ങ് പോവും. എന്തോ പറയാനാ? കട്ടൻ ചായ റെഡിയായോ? ഇപ്പൊ തരാം. ഇവിടെ രാവിലെ കട്ടൻ ചായ ഇല്ലാതെ പറ്റത്തില്ലല്ലോ. ഒരു ദിവസം എത്ര കട്ടൻ ചായ ഇടുന്നത്? ഇവിടുത്തെ ദേശീയ പാനീയല്ലേ കട്ടൻ ചായ. വേറെ എന്ത് കുടിച്ചാലും ഒരു ഉണർവ് കിട്ടത്തില്ല. എന്തുവാ പറഞ്ഞേ? ഉണർവോ? ഓ, വലിയ അമ്മൂമ്മമാര് സംസാരിക്കുന്നല്ലേ സംസാരിക്കുന്നേ. കനകാന്റി രാവിലെ അവിടുന്ന് സ്പീഡ് അടുക്കളോട്ട് വരുന്ന കണ്ടു, പിന്നെ കണ്ടില്ല. പുറവശത്തൂടി നീ അങ്ങ് മധുരയ്ക്ക് പോയോന്ന് അറിഞ്ഞൂടാ. ഈ സമയമാകുമ്പോ കനകാന്റിയുടെ വക ഒരു കട്ടൻ ചായ ഉള്ളതാ, കിട്ടിയില്ല. അയ്യോ, അതെന്താ മോനെ, ഇപ്പൊ തരാം. അമ്മൂമ്മ, എന്റെ ഒരു ഫ്രണ്ട് ഇടുക്കിയിലുണ്ട്. അവിടെ നല്ല സ്പൈസസ് ഒക്കെ ഇട്ട തേയിലപ്പൊടി കിട്ടും. ഞാൻ അടുത്ത തവണ ഇടുക്കി പോയിട്ട് വരുമ്പോഴേക്കും ഉണ്ടല്ലോ, നല്ല തേയിലപ്പൊടി കൊണ്ടുവരാം. നല്ല കട്ടൻ ചായ കുടിക്കും. എപ്പോഴാ ഇതൊക്കെ കൊണ്ടുവരുന്നേ? ഇപ്പൊ കട്ടൻ ചായ കുടിച്ചു കഴിഞ്ഞ ഉടനെ നേരെ ഇടുക്കിക്ക് വിടും. ഇടുക്കി പോണ ആര് പോണു? വന്നല്ല അടുത്താൽ എന്തിനുമ്മ ആരിടുക്കി പോണ ആരും പറഞ്ഞോണ്ടിരുന്നേ അറിയണ. இந்த தேங்காய் பொதிக்கிறதுக்கு நான் ரொம்ப கஷ்டப்பட்டேன், அவ்வளோக்கா உணங்கி இருக்குது. ஐயோ യോഹനാന്റെ എന്നാ പിന്നെ എന്നെ വിളിക്കണ്ടായിരുന്നു തേങ്ങ ഒതുക്കിയേ. എന്നിട്ട് വേണം കേശവന് മുങ്ങാൻ. എന്റെ ആത്മാർത്ഥത നീ വെറുതെ കുറ്റം പറയല്ലേ കേട്ടോ വിരിപ്പേ. അല്ലേ അല്ലേ? അതെ അതെ. കേശു, അവിടെ 2 ഗ്ലാസിങ് എടുത്തേ. அம்மா, நீங்க நான் போட்டு வச்ச கட்டன் சாயை எடுக்கலையா? അതിന് നീ കട്ടൻ ചായ ഇട്ട് വെച്ചായിരുന്നോ? பாருங்க. അല്ലേ, നീ കട്ടൻ ചായ ഇട്ട് ഒളിപ്പിച്ചു വെച്ചേക്കുന്ന ഞാൻ അങ്ങനെ കാണാനാ? நான் இங்கே தானே வச்சிருந்தேன் அம்மா, உங்களுக்கு பார்க்க கூடாதா? പാക്കണ്ടേത്? அம்மா, முதல்ல நான் கட்டன் சாயை போட்டேன், அப்புறம் தான் இந்த சம்மந்திக்கு தேங்காய் பொதிக்க வேண்டாமா, அதனால கட்டன் சாயை இங்க எடுத்து வச்சு மூடி வச்சுட்டு தான் நான் தேங்காய் பொதிக்க போனேன். നിന്നോട് ആര് പറഞ്ഞ് കട്ടൻ ചായ എടുത്തിവിടെ മൂടി വെച്ചിട്ട് തേങ്ങാ പൊതിക്കാൻ പോവാന്? കനകാന്റി ഒരു ജോലി ചെയ്തോണ്ടിരിക്കുമ്പോ വേറെ ജോലിയെ പറ്റി ആലോചിക്കും. അവിടെ അതിന്റെ പുറകെയാകുമ്പോ അതെ, എന്താണേലും ഇനി കട്ടൻ ചായനെ ചൊല്ലി ഒരു വഴക്ക് വേണ്ട. അമ്മൂമ്മ, ഒരു കട്ടറിങ് വന്നേ. ബാക്കിയുള്ള മൊത്തം കട്ടൻ ചായ എന്റെ ആളിയം കുടിച്ചു തീർക്കും. മൊത്തം കൂച്ചണേ. என்னம்மா இப்படி முறைச்சு பாக்குறீங்க? നിന്നോട് ആര് പറഞ്ഞു ഈ ചെരുവത്തിൽ കട്ടൻ ചായ തിളപ്പിക്കാൻ? ഇവിടെ കട്ടൻ ചായ തിളപ്പിക്കുന്ന ഈ പാത്രത്തിലല്ലയോ? അതെ, ആ പാത്രത്തിലല്ലേ. அம்மா, இந்த பாத்திரத்திலே நம்ம கட்டன் சாயை போடுவோம்ல, அந்த பாத்திரம் நல்லா விளக்குறதுக்கு தான் நான் இந்த சிங்கில போட்டேன். ഓ, ഈ പാത്രം ഇത്ര നല്ല വിളക്കാൻ ഈ കട്ടൻ ചായ ഇടുന്നതിനകത്ത് എന്തോ ഇരിക്കുന്നു? അത് തന്നെ, ഒരു കട്ടൻ ചായ ഇട്ട് അതിനു വേണ്ടി വിളക്കാൻ തിരിക്കുന്നു. கேசு, சும்மா வம்புக்கு வராம போக பாரு. പാറു മക്കളെ, കനകാന്റിയുടെ മൂഡ് അത്ര സെറ്റല്ല, നമുക്ക് പോയാലോ? അമ്മമ്മ, കട്ടൻ ചായ. ഓക്കെ, നിനക്ക് വേണ്ട കട്ടൻ ചായ നീ മേടിച്ചോ. കണ്ടോ ആ കട്ടൻ ചായ മൊത്തം അതിനകത്ത് ഒഴിച്ചു കളഞ്ഞത്. പിന്നെ இந்த கட்டன் சாயை இனி யாருமே குடிக்க மாட்டாங்க. എന്നാ ആര് പറഞ്ഞു? ദൈവമേ, എന്തുമാത്രം തേയില വേസ്റ്റ് ആയി പോയത്. என்னம்மா നിങ്ങൾക്ക് என்ன எடுத்தாலும் இவ்ளோ கோவம்? അല്ല, ഞാൻ ഇങ്ങനെ കോപമുള്ള ഒരാളാ. നീ അങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. നിനക്കിപ്പോ ഇതെന്തോ പറ്റി? മനുഷ്യനോട് സ്വഭാവം തന്നെ ഇടയിലിടെ അപ്പിതാ മാറും. ഇടയ്ക്കിടയ്ക്ക് നിന്റെ സ്വഭാവം മാറുന്നുണ്ട്. അതെ, നിനക്ക് ഇവിടെ നിൽക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലേ നീ അങ്ങ് മധുരയ്ക്ക് വിട്ടോ. ஓஹோ, நான் மதுரைக்கு போனோம் அதுதானே? உங்களுக்கு வர வர என்ன பிடிக்கிறதே இல்ல, அதனால தானே நீங்க கிளம்ப சொல்றீங்க. நான் உங்கள்ட்ட சொத்து கேட்பேனோன்னு ஒரு பயம், அதுதானே உங்களுக்கு? எனக்கு எல்லாமே புரியுதம்மா. അയ്യോ, ഈ പെണ്ണിന് എന്തൊക്കെയായി പറയുന്നേ? കനകേച്ചേ, കനകേച്ച് എന്ത് പറ്റി ഇവിടെ ഒന്നിരിക്കണ? സാധാരണ ഇങ്ങനെ ഇരിക്കണം പതിവില്ലാത്താണല്ലോ. ஒண்ணும் இல்ல,
കനകം നീ എന്ത് വർത്താനം അടുക്കളയെന്ന് പറഞ്ഞു പോരുന്നേ? நீங்க சொன்னதுக்கு நான் மறுபடி சொன்னேன் அவ்வளவுதான். ഞാൻ പറഞ്ഞതിന് മറുപടിയാണോ നീ പറഞ്ഞേ? ഞാൻ ചോദിച്ചത് കേട്ടില്ലയോ? എന്താണ് അടുക്കള വെച്ച് രണ്ടുപേരും കൂടെ ഉടക്കിയ കട്ടൻ ചായ പ്രശ്നത്തിന്റെ ബാക്കിയാ. കട്ടൻ ചായ പ്രശ്നം? അതെന്ത് പ്രശ്നം? അതായത് മിണ്ടരുത് നീ മിണ്ടരുത്. നിന്നോട് സംസാരിക്കാൻ പറഞ്ഞോ? ഇവിടെ നിൽക്കുവാണെങ്കിൽ മര്യാദക്ക് നിന്നാ മതി, വാ തുറക്കരുത്. പറഞ്ഞു കേട്ടോ? கௌரி, நான் இந்த வாரமே மதுரைக்கு கிளம்பி போயிடுவேன். എന്തിനാ ഇന്ത വാരവാക്കുന്നേ? ഇന്നേ പൊക്കോ. എന്തോന്നമ്മ? கௌரி, நீ தோசை சுடுவியா? நான் தேங்காய் சம்மந்தி அரைக்கிறேன். ഞാൻ കിഴങ്ങേറി ഉണ്ടാക്കിക്കോളാം. ആ അമ്മൂമ്മ, കിഴങ്ങ് കറിയാണ് ഉണ്ടാക്കണെന്നുണ്ടെങ്കിൽ നല്ല തീയല് പരുവത്തിന് നല്ല വറ്റിച്ച് മുരിങ്ങയൊക്കെ ഇട്ട് വെക്കണം. അങ്ങനെ ആണെങ്കിൽ പൊളിക്കും. நான் தோசை சம்மந்தி ഉണ്ടാக்குவேன். யாருக்கு வேணா சாப்பிடலாம். ആ അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ദോശയും ചമ്മന്തിയും കഴിക്കാം. കുറച്ച് കഴിയുമ്പോ കിഴങ്ങറിയും കഴിക്കാൻ പ്രശ്നം കഴിഞ്ഞല്ലോ. എല്ലാ കറിയും കൂടെ അങ്ങനെ ഉണ്ടാക്കി വേസ്റ്റ് ആക്കി കളയാനൊന്നും പറ്റത്തില്ല. யாரும் சாப்பிடலைனாலும் நான் சாப்பிடுவேன். അങ്ങനെങ്കിൽ ആന്റി കഴിക്കാമല്ലോ. എന്താണ് നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന ഇവിടെ കിഴങ്ങാര ഉണ്ടാക്കാൻ പറ്റൂല, ചമ്മന്തി ഉണ്ടാക്കാൻ പറ്റൂല. അയ്യോ ആണോ? എന്നാ പിന്നെ മക്കൾ അടുക്കളയിലോട്ട് ചെന്നങ്ങൾ ഇതെല്ലാം കൂടെ പെട്ടെന്ന് ഉണ്ടാക്കിയാട്ടെ. അതെ, എന്താണ് പതിവില്ലാതെ ഈ സമയത്തൊരു ചർച്ച? പതിവില്ലാത്ത കാര്യങ്ങളൊക്കെ അല്ലേ മോനെ നടക്കുന്നത്. நான் தோசையும் சம்மந்தியும் சாயம் ഉണ്ടാക്കുவேன். யாருக்கு வேணா வந்து சாப்பிடலாம். ഇവിടെ സമ്മന്തി ഉണ്ടാക്കത്തില്ല. അതെ, ഇവിടെ ശരിക്കും ഇങ്ങനെ ചർച്ചയുടെ ആവശ്യമുണ്ടോ? അമ്മുമ്മ, ശരിക്കും എന്താണ് പ്രശ്നം? എന്താ പ്രശ്നമെന്ന് വെച്ചാ കനക ആന്റി നീ മിണ്ടരുത്, നീ മിണ്ടിപ്പോവരുത്. മോനെ, മോൻ ഉച്ചക്ക് ചോറിന്റെ കൂടെ എന്തോ കഴിക്കാൻ വേണ്ടുന്നേ? ചിക്കൻ മട്ടൻ ബീഫ് ഒഴിച്ച് ബാക്കി എന്താണെങ്കിലും അളിയെന്ന് പറയാം. മക്കളെ, എന്തോ വേണ്ടെന്ന് വെച്ചാ പറഞ്ഞു. അമ്മുമ്മ, എന്തെങ്കിലും തന്നാ മതി, ഒരു കുഴപ്പമില്ല. சிது, உனக்கு மீன் குழம்பு ரொம்ப பிடிக்கும்ல? அப்ப மீன் குழம்பு வைக்கலாமா? എരിയും പുളിയും ഒക്കെ ചേർത്ത് വേണം മീൻ കുഴമ്പ് ഉണ്ടാക്കാൻ. മധുരവും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. മിണ്ടരുതെന്നാ നിന്നോട് പറഞ്ഞേ. നിങ്ങൾ രണ്ടുപേരും കൂടെ ആണല്ലോ കുറച്ചു നേരം കൊണ്ട് സംസാരിക്കുന്നത്. ഞാൻ രണ്ടു വാക്ക് സംസാരിച്ചെന്ന് പറഞ്ഞ എന്താ കുഴപ്പം? சிது, உனக்கு மீன் பொரிச்சது ரொம்ப பிடிக்கும்ல? நான் ருசியா மீன் பொரிச்சு கொடுக்கறேன். വറുത്തതും പൊരിച്ചതും ഒക്കെ തിന്നാ കൊളസ്ട്രോൾ ഉണ്ടാവും. എന്നാലും ഒരു പ്രശ്നമൊന്നും ഇല്ലായിരുന്നല്ലോ അളിയാ. யாரு வரலனாலும் நான் போய் தோசை சம்மந்தி ഉണ്ടാക്കിட்டு வரேன். ആ അങ്ങനെ തന്നെ അല്ല, അങ്ങനെ തന്നെ പൊക്കോ. நீயே மிண்டாதிருக்கு.